ഹലോ ഗൈസ്, വെൽക്കം ടു ലാമോസ് വേൾഡ്. ഇന്ന് നമ്മുടെ യാത്ര പ്രകൃതി രമണീയമായ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലേക്കാണ്. ഞങ്ങൾ പോകുന്ന വഴി തൊടുപുഴ മുട്ടത്തുനിന്ന് കാഞ്ഞാറുന്ന റൈറ്റിലേക്ക് നമ്മൾ വാഗമൺ പോരുന്ന വഴി. അങ്ങനെ വാഗമൺ വന്നിട്ട് നേരെ കട്ടപ്പന. വാഗമൺ എത്തുന്നതിന് മുമ്പ് പുള്ളിക്കാനത്ത് ഒരു ടീ ഫാക്ടറി ഉണ്ട്, പുള്ളിക്കാനം ടീ ഫാക്ടറി. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു, പക്ഷെ അകത്തേക്ക് എൻട്രൻസ് അവർ അനുവദിച്ചില്ല. പഴയ മാനേജ്മെന്റ് ആയിരുന്നപ്പോൾ അകത്തേക്ക് പ്രവേശനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പുതിയ മാനേജ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവര് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി തന്നില്ല. ഇവിടെ കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആട്ടോ. വാഗമണ്ണിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് നല്ല തേയിലത്തോട്ടങ്ങൾ കാണാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കണ്ടെത്താ ദൂരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം. കാരണം നമ്മൾ സാധാരണ തേയിലത്തോട്ടങ്ങളൊക്കെ കുന്നിന്റെ മുകളിലേക്കാണ് കാണുന്നത്. ഇത് റോഡിൽ നിന്നും താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല കണ്ടെത്താ ദൂരം ഇങ്ങനെ പച്ചപ്പ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന മലയുടെ പേരാണ് കല്യാണത്തണ്ട്. ആ കല്യാണത്തണ്ട് മലയുടെ അടിയിലായിട്ട് ഇന്ത്യയിലെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു തുരങ്കം കാണാം. അതാണ് നമ്മുടെ അഞ്ചുരുളി തുരങ്കം. 5 കിലോമീറ്റർ ദൂരെ ഇരട്ടയാറിൽ നിന്നും പാറ തുരന്ന് നിർമ്മിച്ച ടണലാണിത്. ഇതിന്റെ അവസാന ഭാഗം കാണപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണ് ശരിക്കും ഈ അഞ്ചുരുളി. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് സമീപം കാഞ്ചിയാർ വില്ലേജിലാണ് ശരിക്കും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കുറവുള്ള സമയത്തെ ദൃശ്യമാണിത്. നമുക്ക് വെള്ളം കുറവുള്ള സമയത്ത് വരുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. ഇത് ഇന്നിപ്പോൾ നല്ല വെള്ളമുള്ള സമയമാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അഞ്ചുരുളി എന്ന പേര് വരാൻ കാരണം ഇവിടെ ഉരുളി കമഴ്ത്തി വെച്ചതുപോലെ 5 ചെറിയ കുന്നുകൾ കാണാൻ കഴിയും. ശരിക്കും അത് വെള്ളം ശരിക്കും താഴ്ന്നു കഴിയുമ്പോഴാണ് ആ കുന്നുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഇതിനെ അഞ്ചുരുളി എന്ന് വിളിച്ചത് ആദിവാസികളാട്ടോ. ഈ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1974 മാർച്ച് 10-നും ഇതിന്റെ പണി പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചത് 1980 ജനുവരി 30-നാണ്. ഈ തുരങ്കത്തിന്റെ നിർമ്മാണ സമയത്ത് 22 പേര് അപകടത്തിൽപ്പെട്ട് മരണത്തിന് ഇരയായി. ടണലിന്റെ അകത്തേക്ക് കയറി പോകുന്നവർക്ക് വേണ്ടി ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് അതിന്റെ അകത്തേക്ക് കയറി പോകും തോറും. ഇഴജന്തുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ വവ്വാലുകളുടെ കൂട്ടങ്ങളൊക്കെ നിറച്ചുണ്ട് അതിന്റെ ഉള്ളില്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറും തോറും ഓക്സിജന്റെ അളവൊക്കെ കുറവായിരിക്കാം. ഇയോബിന്റെ പുസ്തകം സിനിമയിലെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ വെച്ചാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ ജയസൂര്യനെ വെടിവെച്ചിടുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളിയിലെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം കട്ടപ്പനയിലെ അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് യാത്രയായി. വാഗമണ്ണിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് മാട്ടുക്കട്ട എന്ന് പറയുന്ന സ്ഥലം കാണാം. ഏകദേശം ഒരു 14 കിലോമീറ്റർ മുമ്പാണ്. അപ്പൊ ആ മാട്ടുക്കട്ടയിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് അയ്യപ്പൻകോവിൽ എന്ന സ്ഥലത്തെത്താം. അയ്യപ്പൻകോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി എളുപ്പവഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. എത്തിയപ്പോൾ ഞാൻ മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറയുന്ന പോലെ ആയി പോയി അവസ്ഥ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് ചങ്ങാടം കടന്നു വേണം അപ്പുറം കിടക്കാൻ. അപ്പൊ ചങ്ങാടത്തിന്റെ വള്ളി പിടിച്ച് വലിച്ചപ്പോൾ ചങ്ങാടത്തിന്റെ വള്ളി അപ്പുറക്കരയിൽ കുടുങ്ങിക്കിടക്കുവാണ്. ചങ്ങാടം 1 ഇഞ്ച് പോലും അനങ്ങി തരുന്നില്ല. ഒരു സഹായത്തിന് അപ്പുറം ആരും ഇല്ല, എല്ലാവരും തൂക്കുപാലത്തിന്റെ മുകളിലാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് പോന്നു. അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ചുറ്റി വീണ്ടും ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ഒരു തൂക്കുപാലാട്ടോ ഇത്.
നമ്മുടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലം. ഇത് ശരിക്കും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെയും കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്. പെരിയാറിന്റെ കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൂക്കുപാലം പിന്നെ ഒരുപാട് മലയാള സിനിമകൾക്കും തമിഴ് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ളതാട്ടോ. നമ്മുടെ ലൈഫ് ഓഫ് ജോസുകുട്ടി, AB ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സന്ദർശനത്തിന്റെ ഏറ്റവും നല്ല ഭാഗം എന്തെന്ന് വെച്ചാൽ ഈ തൂക്കുപാലത്തിൽ നിന്നുള്ള പ്രകൃതി ഭംഗിയാർന്ന ചുറ്റുപാടുകളുടെ കാഴ്ച തന്നെയാണ്. അതൊരൊട്ടും സംശയമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വൈബ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതും ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ അല്പമൊക്കെ പാലം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അയ്യപ്പൻകോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെതായ നല്ല തിരക്കുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കട്ടപ്പനയിലെ നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കുടുങ്ങിക്കിടന്ന ചങ്ങാടമാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആളുകൾ യാത്ര ചെയ്തു തുടങ്ങി. ആ ചങ്ങാടത്തിന്റെ കുടുക്കൊക്കെ മാറി. അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചങ്ങാടത്തിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചങ്ങാടത്തിലും കയറാം. പിന്നെ വഞ്ചിയിൽ കയറാത്തവരുണ്ടെങ്കിലും വഞ്ചിയിൽ കയറാൻ ആഗ്രഹമുള്ളവർക്കും ഇവിടെ വന്നാൽ വഞ്ചിയിൽ കയറാം. ഇവിടെയുള്ള പ്രദേശവാസികളായ 2-3 ചേട്ടന്മാർ 2-3 വഞ്ചികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.